ഇംഗ്ലീഷ് പര്യടനത്തിനുള്ള ടെസ്റ്റ് ടീമിനെ ഇന്ത്യ പ്രഖ്യാപിച്ചപ്പോൾ ശ്രദ്ധേയമായത് കരുൺ നായരുടെ സാന്നിധ്യമായിരുന്നു. 2017 അവസാന ടെസ്റ്റ് കളിച്ച കരുൺ 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ ടീമിലെത്തിയത്. ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പഠനമാണ് കരുണിന് ടീമിലേക്ക് അവസരമൊരുക്കിയത്. ടെസ്റ്റിൽ നേരത്തെ ട്രിപ്പിൾ സെഞ്ചുറി അടക്കം നേടിയിരുന്ന കരുൺ നായർക്ക് അധികം അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമെല്ലാം വിരമിച്ച സാഹചര്യത്തിൽ കരുൺ നായർ സ്ഥാനം തിരിച്ചു പിടിക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഇന്ത്യൻ ടീമിൽ നിന്ന് തഴയപ്പെട്ട 8 വർഷങ്ങൾക്കിടെയുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് കരുൺ. ഒരു പ്രമുഖ ഇന്ത്യൻ ക്രിക്കറ്റ് താരം തന്നോട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് പുറത്ത് ലീഗ് കളിക്കാൻ ഉപദേശിച്ചുവെന്ന് കരുൺ പറഞ്ഞു. എന്നാൽ എന്നിൽ ഇനിയും ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കാൻ സമയം ബാക്കിയുണ്ടെന്ന് താൻ വിശ്വസിച്ചു. അതിനുവേണ്ടി പ്രയത്നിച്ചു. അതിൻ്റെ ഫലമാണ് ഈ തിരിച്ചുവരവ്. അവസരം തന്ന BCCIയോട് ഈ അവസരത്തിൽ നന്ദി പറയുന്നുവെന്നും കരുൺ കൂട്ടിച്ചേർത്തു. അതേസമയം ജൂൺ 20-നാണ് ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നടക്കുന്നത്. ആദ്യ മത്സരത്തിലെ 11-ൽ തന്നെ കരുൺ സ്ഥാനം കണ്ടെത്തിയേക്കും. കഴിഞ്ഞ ആഴ്ച കാൻറ്റർബറിയിൽ ഇംഗ്ലണ്ട് ലയൺസിനെതിരെ നടന്ന അനൗദ്യോഗിക ടെസ്റ്റിൽ ഇന്ത്യ എക്ക് വേണ്ടി താരം ഇരട്ട സെഞ്ചുറി നേടിയിരുന്നു.